നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് മത്സര പരീക്ഷകളിൽ ആവർത്തിക്കുന്ന ചോദ്യോത്തരങ്ങൾ പാർട്ട് 3. കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ്. ഇന്ത്യയിലെ ചാർലി ചാപ്ലിൻ എന്നറിയപ്പെടുന്നത് രാജ് കപൂർ. രാജിവയ്ക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു ലോക്സഭാ സ്പീക്കർ തൻ്റെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർക്ക്. മോണോസൈറ്റ് വൻതോതിൽ കാണപ്പെടുന്ന സംസ്ഥാനം കേരളം. മത്സ്യ ഉൽപാദനത്തിൽ ലോകത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ജപ്പാൻ. നാട്ടുരാജ്യങ്ങളെ ഏകീകരിച്ച് ഇന്ത്യൻ യൂണിയൻ സ്ഥാപിക്കാൻ മുഖ്യ പങ്ക് വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിൽ ആദ്യമായി രൂപ ഉപയോഗത്തിൽ കൊണ്ടുവന്നത് ഷേർഷാ. ഇന്ത്യ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായ ഏത് യുദ്ധമാണ് മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കാൻ വഴിയൊരുക്കിയത്? 1-ാം പാനിപ്പട്ട് യുദ്ധം. കോൺഗ്രസിൻ്റെ പ്രഥമ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ്. ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ഗോൾഡ് മെഡൽ ഓഫ് ഒളിമ്പിക്സ് ഓർഡർ ലഭിച്ച പ്രഥമ വനിത ഇന്ദിരാഗാന്ധി. ഈ ബ്രിട്ടീഷ് മിഷണറിയെ ഇന്ത്യക്കാർ സ്നേഹപൂർവ്വം ദീനബന്ധു എന്ന് വിളിച്ചു. ആരാണ് അദ്ദേഹം? CF ആൻഡ്രൂസ്. നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു. ബെയർ ഫുട്ട് പെയിൻറ്റർ എന്നറിയപ്പെടുന്നത് MF ഹുസൈൻ. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ട സ്ഥലം കൊൽക്കത്ത. ഇന്ത്യയിൽ റെയിൽവേ സംവിധാനം നിലവിൽ വന്ന വർഷത്തിലെ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭു. ചൗരി ചൗര സംഭവത്തിൻ്റെ ഫലമായി പെട്ടെന്ന് നിർത്തേണ്ടി വന്ന പ്രക്ഷോഭം നിസ്സഹകരണ പ്രസ്ഥാനം. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ക്ഷയം. ഭൂമി എത്ര ഡിഗ്രി തിരിയുമ്പോഴാണ് 1 മണിക്കൂർ ആകുന്നത്? 15 ഡിഗ്രി. ഇന്ത്യ ചരിത്രത്തിൽ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന കാലം ഗുപ്ത കാലഘട്ടം. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. പഞ്ചതന്ത്രം കഥകളുടെ കർത്താവ് വിഷ്ണു ശർമ്മ. ഈവനിംഗ് സ്റ്റാർ എന്നറിയപ്പെടുന്ന നക്ഷത്രം ചൊവ്വ. ശ്രീബുദ്ധൻ്റെ ജനനസ്ഥലം ലുംബിനി. മാലി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ V. മാധവൻ നായർ. പൂർണ്ണ ആരോഗ്യവാനായ ഒരു മനുഷ്യൻ്റെ രക്തസമ്മർദ്ദം 80 മുതൽ 120 വരെ. കുത്തബ് മിനാർ പണി കഴിപ്പിച്ച സുൽത്താൻ ഇൽത്തുമിഷ്. ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ ലീജിയൺ ഓഫ് ഓണർ ലഭിച്ച ഇന്ത്യൻ സിനിമാ സംവിധായകൻ സത്യജിത്ത് റേ. ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്. ശ്രീ ചട്ടമ്പി സ്വാമികളുടെ കുട്ടിക്കാലത്തെ പേര് കുഞ്ഞൻപിള്ള. മാനവരാശിയുടെ വികാസത്തിന് കാരണമായ പ്രധാന കണ്ടുപിടുത്തം ചക്രം. താജ്മഹലിനടുത്തുകൂടി ഒഴുകുന്ന നദി യമുന നദി. ചൈന മാൻ എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്ന കളി ക്രിക്കറ്റ്. ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ H.J. ഫാഫ. അവർണ്ണ ജാതിക്കാർക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ച തിരുവിതാംകൂർ മഹാരാജാവ് ചിത്തിര തിരുനാൾ. വൈക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിൽ നടത്തി വന്നിരുന്ന പത്രം സ്വദേശാഭിമാനി. ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്ന ജീവി ആമ. ലോക പുസ്തക ദിനം ഏപ്രിൽ 23. ലോക മാതൃദിനം മെയ് 11. ഹോർമോണായി കണക്കാക്കപ്പെടുന്ന ജീവകം E. രാജ്യസഭാ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി. തരംഗദൈർഘ്യം കൂടുതലുള്ള നിറം ചുവപ്പ്. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യക്തി ശാന്തി പ്രസാദ് ജെയിൻ. 1964 ചുഴലിക്കൊടുങ്കാറ്റിൽ 3000-ലേറെ പേർക്ക് ജീവഹാനി ഉണ്ടാക്കി നാശം സംഭവിച്ച ഇന്ത്യൻ തീരപ്രദേശം ധനുഷ്കോടി. ഏറ്റവും കൂടുതൽ ആദിവാസികൾ വസിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്.
സ്വാമി വിവേകാനന്ദൻ്റെ ആത്മീയ ഗുരു രാമകൃഷ്ണ പരമഹംസൻ. ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം കരസ്ഥമാക്കിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ അമർത്യ സെൻ. ദ്രവരൂപത്തിലുള്ള ലോഹം മെർക്കുറി അഥവാ രസം. ചരകൻ ബന്ധപ്പെട്ടിരിക്കുന്ന വിജ്ഞാനശാസ്ത്രം വൈദ്യശാസ്ത്രം. വടക്കൻ കേരളത്തിൽ പ്രസിദ്ധമായ കലാരൂപം തെയ്യം. പ്രസിദ്ധമായ ബർദോലി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട നേതാവ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ ഉപയോഗിക്കുന്ന സഞ്ചാരമാർഗം റെയിൽവേ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട ദിനം മെയ് 21. ഇന്ത്യ ആദ്യമായി അണുസ്ഫോടന പരീക്ഷണം നടത്തിയ വർഷം 1974. കേരളത്തിൽ ആദ്യമായി മുസ്ലിം പള്ളി സ്ഥാപിക്കപ്പെട്ടത് കൊടുങ്ങല്ലൂർ. സാർസ് നേരിട്ട് ബാധിക്കുന്ന അവയവം ശ്വാസകോശവും ശ്വാസനാളവും. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഭരണാധികാരി വില്യം ബെൻറ്റിക് പ്രഭു. ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ച ഭരണാധികാരി ഷേർഷാ. എവിടെ വച്ചാണ് ലോക ബാങ്ക് രൂപീകൃതമായത്? ബ്രെട്ടൺ വുഡ്. 1998 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവ് അമർത്യ സെൻ. ആദ്യമായി നൊബേൽ സമ്മാനം നേടിയ കറുത്ത വർഗക്കാരനായ ആഫ്രിക്കൻ കവി വോൾ സോയിങ്ക. ചാർലി ചാപ്ലിൻ ആദ്യം അഭിനയിച്ച ചിത്രം ദി ട്രാംപ്. അടൂർ ഗോപാലകൃഷ്ണൻ്റെ ആദ്യ ചിത്രം സ്വയംവരം. ശബ്ദമുൾക്കൊണ്ട ആദ്യ ഇന്ത്യൻ ചലച്ചിത്രം ആലം ആര. ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം സിംല. കെനിയയുടെ തലസ്ഥാനം നെയ്റോബി. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്ന പ്രസിദ്ധമായ ഗാനത്തിൻ്റെ രചയിതാവ് വയലാർ. ആവശ്യം മരുന്നുകളുടെ രാഷ്ട്രീയം എന്ന കൃതിയുടെ കർത്താവ് ഡോക്ടർ ബി ഇക്ബാൽ. അന്തകൻ വിത്തിൻ്റെ ഉപജ്ഞാതാവ് മോൺസാൻറ്റോ. ബസുമതിക്കുമേൽ പേറ്റന്റ് നേടിയ ബഹുരാഷ്ട്ര കമ്പനി റൈസ്ടെക്. സെമീന്ദാരി സമ്പ്രദായം നിലനിന്നിരുന്നത് ഇന്ത്യയുടെ ഏത് ഭാഗത്താണ്? കിഴക്ക്. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷൻ ലാലാ ലജ്പത് റായ്. ഇന്ത്യയിൽ ആദ്യമായി സത്യാഗ്രഹ സമരം ആരംഭിച്ച വർഷം 1917. കോൺഗ്രസിലെ തീവ്രവാദികളുടെ നേതാവ് ബാലഗംഗാധര തിലകൻ. മാപ്പിള ലഹള നടന്ന വർഷം 1921. ഗാന്ധി ഇർവിൻ സന്ധിയോടുകൂടി അവസാനിച്ചത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. സാഖ്യദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് കപിലൻ. ചാർവാതക മതം മുന്നോട്ട് വച്ച മീമാംസ ലോകായത ദർശനം. 52ാം കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റത് പട്ടാഭി സീതാരാമയ്യ. ചൈനയും ഇന്ത്യയും പഞ്ചശീല തത്വത്തിൽ ഒപ്പുവെച്ച വർഷം 1954. കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിൽ വച്ചാണ് സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ വ്യവസ്ഥിതി അംഗീകരിച്ചത്? ആവഡി. ഭൂദാന യജ്ഞത്തിൻ്റെ ഉപജ്ഞാതാവ് വിനോബ ഭാവെ. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. 1888 നടന്ന ചരിത്രപ്രസിദ്ധമായ സംഭവം അരുവിപ്പുറം പ്രതിഷ്ഠ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത ജുങ്കോ താബി. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. രാജാ കേശവദാസിൻ്റെ പട്ടണം എന്നറിയപ്പെടുന്ന സ്ഥലം ആലപ്പുഴ. ക്ലോണിങ്ങിലൂടെ ആദ്യമായി ജനിച്ച ചെമ്മരിയാടിൻ്റെ പേര് ഡോളി. ഈ തലച്ചോറിനെ 20 വർഷത്തേക്ക് പ്രവർത്തിക്കാതാക്കണം. ആരെക്കുറിച്ചാണ് മുസോളിനി ഇങ്ങനെ പറഞ്ഞത്? അന്തോണിയോ ഗ്രാംഷി. ഏറ്റവും ചെറിയ രാജ്യം വത്തിക്കാൻ. വെള്ളാനകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം തായ്ലാൻഡ്. ഗാന്ധിജിയെ വെടിവച്ച് കൊന്നത് നാഥുറാം വിനായക് ഗോഡ്സെ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരണത്തിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ച വ്യക്തി ആചാര്യ നരേന്ദ്രദേവ്. ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഭോപ്പാൽ ദുരന്തം നടന്ന വർഷം 1984.
വാസ്കോ ഡ ഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയ സ്ഥലം കാപ്പാട്. സിന്ധു നദീതട സംസ്കാരം പൂർണ്ണമായും തകർന്നത് ആരുടെ ആക്രമണത്തോടുകൂടി? ആര്യന്മാർ. കേരളത്തിൽ നടപ്പാക്കി വന്ന ജനകീയ ആസൂത്രണ പരിപാടിയുടെ ഉപജ്ഞാതാവ് EMS. മരുഭൂമികൾ ഉണ്ടാകുന്നത് ആരുടെ കൃതിയാണ്? ആനന്ദ്. നേഴ്സസ് ഡേ ആയി ആചരിക്കുന്ന ദിനം മെയ് 12. എയ്ഡ്സ് ഏതുതരം ജീവിയാണ് പരത്തുന്നത്? വൈറസ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.